ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു ടോപ്പിന്റെ കട്ടിങ് ആയിരുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് പഠിക്കാം. അപ്പൊ ഇത് ടോപ്പിന്റെ ബാക്ക് പീസ് ആണ്. ആദ്യം നമുക്ക് ഇതിന്റെ നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാ ക്ലാസ്സിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ കാണിച്ചു തരാം. ഇതുപോലെ തുണിയുടെ നല്ല സൈഡിൽ ഇട്ടിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. ഞാനിത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിന്റെ ഫ്രണ്ട് നെക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് സൈഡ് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇത് കോട്ട് പോലെ ഫ്രണ്ടിൽ വരുന്ന 2 പീസാണ്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ പീസും സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയതിന് ശേഷം ഇവിടെ ഇങ്ങനെ പടി വെച്ച് വരണം താഴോട്ട്. ഇതുപോലെ 2 ഇഞ്ചില് താഴോട്ട് ഇതുപോലെ താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലാക്കി സ്റ്റിച്ച് ചെയ്യണം. ആദ്യം പടി താഴോട്ട് വെച്ച് തയ്ക്കുന്നതിന് മുമ്പ്, ഇതിന്റെ ഉള്ളിലോട്ട് ആക്കി തയ്ക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ. ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് താഴോട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതിന് ഉള്ളിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഉള്ളിലോട്ടാക്കി നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് കട്ട് ചെയ്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു വി നെക്ക് പോലെ ഒരു സൈഡിലോട്ടുള്ള നെക്കാ. ഇനി നമുക്ക് മുകളിൽ നിന്ന് താഴോട്ട് ഉള്ളിലോട്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പടി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇപ്പൊ ഞാൻ എടുത്തതിന് വീതി കൂടുതലായതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇതുപോലെ മടക്കുന്നത്, 2 മടക്കുന്നത്. അപ്പം വീതി 1.5 ഇഞ്ച് നിങ്ങൾ എടുത്താൽ മതി. ഇപ്പം വീതി ഞാൻ കട്ട് ചെയ്തതിന് വീതി കൂടുതലായതുകൊണ്ട് ഇതുപോലെ 2 മടക്കിയെന്നേ ഉള്ളൂ. ഇത് നമ്മള് താഴെ വരെ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് താഴോട്ടൊന്ന് പതിച്ചെടുത്ത് കൊടുക്കാം. പതിച്ചടിച്ചിട്ടുണ്ട്. ഇത് താഴെ വരെ പതിച്ചടിച്ചു. ഇനി ഇതിനുള്ളിലോട്ട് മടക്കി അടിച്ചു കൊടുക്കണം. ഇതുപോലെ മടക്കി അടിച്ചു കൊടുക്കണേ. ഇതുപോലെ ഉള്ളിലേക്കാക്കി മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ ഇതിന്റെ ഭാഗത്തെ പീസും കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം നെക്ക് സ്റ്റിച്ച് ചെയ്യണം, പിന്നെ താഴോട്ട് പടി സ്റ്റിച്ച് ചെയ്യണം. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാവേ. സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും. അപ്പം ആദ്യം നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞൊരു പീസ് മുകളിൽ നിന്ന് നമ്മൾ താഴോട്ട് വെച്ച് പടി പോലെ ഉള്ളിലേക്ക് നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇനി ഒരു പീസും കൂടെ വരും. 3 പീസാണ് ടോപ്പിന്. ഇതിന്റെ ഉള്ളിൽ വരുന്ന പീസാണ് ഇത് അകത്ത് വന്നതിന് ശേഷമാണ് ഇത് കോട്ട് പോലെ പുറത്തോട്ട് കിടക്കുന്നത്. അപ്പം ഇതുപോലെ
പുറത്തോട്ട് കിടക്കും. അപ്പൊ ഇനി ഈ പീസ് ഉള്ളിൽ കിടക്കുന്ന ഈ പീസ് ഇതിന്റെ നെക്ക് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിന്റെ നെക്ക് നമ്മളിതാ ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് ഇതുപോലെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാവേ. ഇതിന്റെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഈ നമ്മൾ ഫ്രണ്ടിൽ കോട്ട് പോലെ തയ്ച്ച് വെച്ചില്ലേ ഭാഗം, ഈ പീസ് നമ്മൾ ഈ ഷോൾഡറിന്റെ അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കൈക്കുഴിയുടെ ഭാഗം കൊണ്ടുവന്നിട്ട് താഴോട്ട് യോജിപ്പിച്ചു കൊടുക്കണം. മറു സൈഡില് ഈ പീസ് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. ഫ്രണ്ട് ഭാഗം നമ്മള് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത് താഴത്തെ ഭാഗമായിട്ട് വന്നു. ഇതിന്റെ മുകളില് കോട്ട് പോലെ താഴോട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ നമ്മൾ ചുരിദാർ തയ്ക്കുന്ന പോലെ, ടോപ്പ് തയ്ക്കുന്ന പോലെ തന്നെ നമുക്ക് ഷോൾഡർ ജോയിന്റ് ചെയ്ത് സ്ലീവ് വെച്ച് കൊടുക്കാം. ഫ്രണ്ട് പീസിന്റെ മുകളിൽ കൂടെ നമ്മള് ബാക്ക് പീസ് ചേർത്ത് ഇതുപോലെ ഇനി ഷോൾഡർ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാവേ. ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേ. ഇനി ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി സ്ലീവ് വെച്ച് കൊടുക്കാവേ. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ സൈഡിൽ നിന്ന് സ്ലീവ് വെച്ചിട്ട് കാണിക്കാം. അപ്പൊ എല്ലാ വീഡിയോയിലും ഞാൻ സ്ലീവ് വയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇതില് ഞാൻ സ്ലീവ് വെച്ചതിന് ശേഷം കാണിച്ചു തരാം. സ്ലീവ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് തമ്മിൽ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് സൈഡ് തമ്മിൽ സ്ലീവിന്റെ വണ്ണം നോക്കിയിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് ഇതിന്റെ രണ്ട് സൈഡും നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവേ. അതിനുശേഷം നമ്മൾ താഴത്തെ ഭാഗം കൊടുത്ത് മടക്കി അടിച്ചതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പൊ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് ഈ ടോപ്പ് തയ്ക്കുവാന്. ഞാനിപ്പോ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ സൈഡ് നമ്മൾ ഷേപ്പ് ചെയ്തു. ഇതിന്റെ താഴത്തെ ഭാഗം നമ്മൾ മടക്കി അടിച്ചതിന് ശേഷം ഞാൻ ഇതുപോലെ ഈ കഴുത്തിന്റെ ഭാഗം എന്റെ അവസാനിക്കുന്ന ഭാഗത്ത് ഇതുപോലെ ഞാനൊരു കെട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കെട്ട് നമ്മൾ ഇതുപോലെ കെട്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കെട്ടി നമ്മൾ താഴോട്ട് ഇങ്ങനെ ഇട്ടേക്കും. ഇതാണ് നമ്മളിപ്പോ സ്റ്റിച്ച് ചെയ്ത ടോപ്പ്. അപ്പം ഈ ടോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഈ ടോപ്പ് തയ്ച്ചു നോക്കണേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. നാളെ കാണാം. ഓക്കെ, ബൈ.